താങ്ക് യു. കാരണം എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഈ നിമിഷം. നമ്മൾ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയും ഈ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഇത്ര നാളും ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ അവർ ഇത്ര നാളല്ല ഇത്ര നേരം എനിക്കിപ്പോഴും ഭയങ്കര അടിപൊളി. താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരും ഏറ്റെടുത്തതിൽ. അപ്പം എന്താ പറയണ്ടത്? സീൻ മാറ്റെന്ന് പറഞ്ഞ ആളല്ലേ? സീൻ മാറ്റി. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്താ പറയാ, മറ്റേ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്റെ ഡൈനാമിക് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം സീറ്റിന്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇമോഷൻ ഞാനും കുറച്ച് കരഞ്ഞു സത്യം പറഞ്ഞാൽ. ആൾക്കാരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി എല്ലാവരും സംസാരിക്കാൻ ഭയങ്കര ബേസ് സന്തോഷമായിരുന്നു. ആദ്യം വന്നവർക്ക് ഇത്രയും ക്യാമറകൾ, ഇത്രയും ആൾക്കാർ, അതിനാദ്യം വലിയൊരു നന്ദി. താങ്ക് യു സോ മച്ച്. ഇത്രയും ക്യാമറ ഒരുമിച്ച് കാണാൻ പറ്റിയ ആസ് എ ഫിലിം മേക്കർ ഐ ആം വെരി ഹാപ്പി. ആൻഡ് ആദ്യം നന്ദി ടു ദ ഹോൾ ക്രൂ. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞത് വലിയ ഒരു പരിപാടിയാവും. അതുകൊണ്ട് ടു ദ ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ദ ഓഡിയൻസ് ആൻഡ് above all that the real Manual boys. അവരാണ് ഇതെല്ലാം. അവരില്ലെങ്കിൽ അവരുള്ളതുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അവർ അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ആൻഡ് ക്ലാപ്സ് ടു ദാറ്റ് ബോയ്സ്. താങ്ക് യു. ഇനി അനേകം കാര്യങ്ങൾ അജയനെ പറ്റി വരട്ടെ. ഞാൻ അജയനോട് സംസാരിക്കാം. ഇതില് ഇല്ല, ലെറ്റ് ഹിം ടോക്ക്. ഹലോ, വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയധികം ക്യാമറകൾ ഒരുമിച്ച് കാണുന്നത്. കൊച്ചിയിലെ ഇത്രയും നമുക്ക് വളരെ സന്തോഷമായി. ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഇത് വലിയൊരു സിനിമയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷിൻ പറഞ്ഞത്. സുഷിൻ കുറെ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും അതിപ്പോ നമ്മൾ എഴുത്തിന്റെ മ്യൂസിക് ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ അത് ഞങ്ങളൊക്കെ അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ്. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു ശരി. നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും. അത്രയും ഹൈറ്റ് ഉള്ള ഒരു സ്ഥലം, നമ്മൾ അത്രയും വലിയൊരു സ്ഥലം, അതിന്റെ കുഴികൾ, അങ്ങനെയൊക്കെ നമ്മൾ അത്രയും ചെയ്തിട്ട് നമ്മൾ അതിന്റെ റിയൽ ലൊക്കേഷനിൽ പോയി അത്രയും നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ സിനിമ. പക്ഷെ അതൊക്കെ ഈ നമ്മൾ ഇങ്ങനെ സക്സസ് ആയി ഭയങ്കര സന്തോഷമാണ്. ഈ സിനിമയോടൊപ്പം നിന്ന് ആ സിനിമയിൽ നമ്മളെ പാർട്ടും കൂടി അതിൽ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കത് അത്ഭുതമായിരുന്നു. മറ്റേത് ആൾക്കാരനെ അത് ചെയ്തു വെച്ചെന്ന് പറയേണ്ടതല്ലാതെ അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കും. സന്തോഷം. എല്ലാ ആളുകളുടെ മറ്റേത് നമ്മൾ സ്ക്രീനിൽ മാത്രമാണ്, ലോഗോ മാത്രം കാണുന്നത്. ഓൺലൈൻ സപ്പോർട്ടേഴ്സും അപ്പൊ എല്ലാവർക്കും നന്ദി. ഒരു കാര്യം ആഡ് ചെയ്യാൻ, ഈ പടത്തിൽ കാരണം അത് നിങ്ങൾക്ക് ഏതാണ് ഇതെന്ന് മനസ്സിലാവില്ല. ഇതില് അതാണ് അജയേട്ട വിജയം. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. ശരിക്കും സന്തോഷത്തെക്കാൾ ഉപരി ഒരു പ്രൗഡ് മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമ, ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന ഒരു വലിയ പ്രൗഡ് മൊമെന്റ് നിൽക്കുന്നത്. സോ എന്തായാലും പടം ഹലോ 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 പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ പടം കാണാം. താങ്ക് യു സോ മച്ച്. അല്ല, സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ സിനിമ ഞാൻ ഫുള്ള് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമ കേൾക്കുന്നുണ്ടോ? അപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാരണം ഇത്രയും സിനിമ അഭിനയിച്ചതിന് ശേഷം നമ്മളൊരു സിനിമ എന്താണ് ഇപ്പൊ സുഷി പറഞ്ഞു മലയാള സിനിമയുടെ സീൻ മാറ്റുന്നത്. അപ്പൊ അല്ല, അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ 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 എന്താണെന്ന് കണ്ടൊരു സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ച അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറേ വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ സിനിമ നിലനിൽക്കും. ഉറപ്പായിട്ടും നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാള സിനിമയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പടം ഡയറക്റ്റ് ചെയ്ത് ചെയ്തുവാണെങ്കിലും നമുക്കതിന് ഇമോഷണലി എവിടെയെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സീക്വൻസിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ടച്ചായി. ചില സീനിലൊക്കെ ഞാൻ കരഞ്ഞു. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയാണ് ഇപ്പൊ ഇത്രയും വർഷമായിട്ട്. അപ്പൊ ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളോടത്തോളം ഞാൻ നിലനിൽക്കും. ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ജെനുവിനായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാളം സിനിമ ഉള്ളിടത്തോളം കാലം ഈ സിനിമ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും. ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ. ഇത് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഇവരുടെ ഒരു 100 ദിവസം കടക്കും ഈ സിനിമ. ഉറപ്പായിട്ടും അങ്ങനെ കടക്കട്ടെ. ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും വലിയ സിനിമ ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരാൾക്കൊരു 100 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമയല്ല. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗഭിക്കാണ് ഈ പണം പ്രൊഡ്യൂസ് ചെയ്തത്. അല്ല, അത്രയും പൈസയല്ല. കാരണം എന്ന് വെച്ചാൽ സൗഭിക്കാണ് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ. കാരണം ഈ സിനിമ എന്താണെന്നറിയണം. ഈ സിനിമ മുൻകൂട്ടി കാണണം. ഈ സിനിമ എന്തായിരിക്കും, ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും. ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ട ഒരു വേർഷൻ സിനിമ കാണാനുള്ള ഒരു കഴിവ് മുൻകൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പൈസ ഈ സിനിമയ്ക്ക് മുടക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുടക്കിയതിന് ഈ സിനിമയ്ക്ക് അങ്ങനെ മുടക്കാൻ കാണിച്ചൊരു ഇതിന് ഉറപ്പായിട്ടും മനസ്സിന് സൗഭിക്ക് താങ്ക് യു. പിന്നെ ഇതിന് കാസ്റ്റ് ചെയ്ത് ഗണപതി എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഗണപതിയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഗണപതിക്ക് താങ്ക് യു. കാരണം ഈ സിനിമ നിലനിൽക്കും, അത് 100% ഉറപ്പാണ്. താങ്ക് യു. വനിതരോടുള്ള അതെയും താണ്ടി പിടിന്തമാറൻ. അത്ര എനിക്ക് മഞ്ജുമൽ ബോയ്സിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും പോയി പടം കാണാം, വീട്ടിൽ പോയി പടം കാണാം, ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പറയാനുള്ളൂ. വിഷ്ണു രഘു, നമസ്കാരം. ഓക്കെ, ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ്. ഇന്ന് പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. സംഭവം എന്റെ ജീവിതത്തില് എന്നെ അമ്മ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് നോക്കണത് അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് സിധു, സൗഭിക, ഗണപതി അവര് കാരണം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് സിനിമയില്. ഓക്കെ, താങ്ക് യു എല്ലാവരും. അഭിറാം പൊതുവാൾ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷം. ഇന്ന് ഇവരെല്ലാം
എല്ലാവരും പറഞ്ഞതുപോലെ ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് കാണുന്നത്. സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന പതിവുണ്ടെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളും മനസ്സും കണ്ണും നിറഞ്ഞിട്ട്. ചിദംബരം, ഗ്രേറ്റ് ജോബ് യു ഡിഡ്. ഒരു മികച്ച സിനിമയാണ്. മലയാളത്തിനെന്നല്ല, ഈ ലോകത്തിന് തന്നെ ചിദംബരം, സൗബിയും, ഷോൺ ആന്റണിയും, അജയേട്ടനും, ബാസിയും, സുഷിനും, ഗണുവും എല്ലാവരും കൂടെ സമ്മാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിജയ് സാറും പറഞ്ഞതുപോലെ ഇതിൽ ഒരു ലോക സിനിമയായിട്ട് തന്നെ അറിയപ്പെടട്ടെ, അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്ക് രണ്ടുപേരെയും കൂടെ അതിൽ പടത്തിലുള്ള മെയിൻ 2 ടെക്നീഷ്യൻസിനും കൂടെ ഷിജിൻ ഹട്ടൻ, ഫസൽ ബക്കർ, നമ്മുടെ ചിദംബരം തങ്ങോടാണ് സിനിമയുടെ തുടക്കം തന്നെ അതായത് ടൈറ്റിൽസ് കാണിക്കുന്ന തന്നെ ഗുണ സോങ് അത് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു നോർമൽ ഒരു സൗണ്ട് ട്രാക്കിലായിരിക്കും ടൈറ്റിൽസ് കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു BGM ആയിട്ടായിരിക്കും കാണിക്കുക. ഇത് ആ സോങ് തന്നെ ഇപ്പോൾ ടൈറ്റിൽസ് തന്നെ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ആ സോങ്ങിൽ തന്നെ എൻഗേജ്ഡ് ആയിട്ട് കാണിക്കുന്നത്. അത് അങ്ങനെ എന്താണ് ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആരുടെ ഐഡിയ ചെയ്യുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചത് കുതന്ത്രം പാട്ടാണോ ഉദ്ദേശിച്ചത്? അല്ല, ടൈറ്റിൽ കൺമണി അല്ലേ? കൺമണി അത് അവരുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗുണം എന്താണ്, ആ പാട്ട് എന്താണെന്ന് റിഫ്രഷ് ചെയ്തിട്ട് പടത്തിൽ കയറ്റാൻ വേണ്ടിയാണ് അതവിടെ വെച്ചിരിക്കുന്നത്. അതിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സും ആ പാട്ട്, പിന്നെ പാട്ടിന്റെ ആ പാട്ടാണ് സിനിമയുടെ ഒരു മെയിൻ കോർ. അത് കഥാപരമായാലും സ്ക്രിപ്റ്റ് പരമായാലും ആ പാട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഒന്ന് ടീസ് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണിക്കുക എന്നുള്ളൊരു മനഃപൂർവ്വമായ തീരുമാനം തന്നെയായിരുന്നു. ആസ് എ പ്രൊഡ്യൂസർ, ആക്ടറായിട്ടല്ല, ആസ് എ പ്രൊഡ്യൂസർ, ഈ പറഞ്ഞ പോലെ ഒരു വലിയ ബഡ്ജറ്റ് തന്നെ ആയിരിക്കണം. ഒരു 2 മണിക്കൂർ മാത്രം ഷൂട്ട് ചെയ്ത് ഇത്രയും ദിവസം ഇത്രയും കാസ്റ്റിനെ വെച്ച് ചെയ്യാൻ പറഞ്ഞാൽ ടഫായിരുന്നു. അതായത് ഏതൊരു പോയിന്റിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഇത് ചെയ്യുന്നത് എത്തിക്കാൻ പറ്റുമോ എന്നൊരു പോയിന്റ് തോന്നിയിരുന്നോ? തുടക്കം തന്നെ ടഫായിരുന്നു. ഷൂട്ട് ചെയ്ത് പോകാനായിട്ട് മുമ്പ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതെങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ശരിക്കും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം എന്നുള്ളത് ഒരു ഓർഡറില്ല. കാരണം ഇതിൻ്റെ കഥ കാരണം ഇത് റിയൽ സ്റ്റോറിയാണല്ലോ. അതിൽ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചിരുന്നത് പോലും നമുക്ക് അതിൻ്റെ പുറത്തുള്ള കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും, അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെറ്റിലാണെങ്കിൽ പോലും അതിൻ്റെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തൊന്നൊരു യെസ് പറഞ്ഞാൽ എല്ലാം മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ യെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം എന്നുള്ള സീനാണ്. കാരണം ഈ പറയുന്ന സംഭവം കാരണം ചെയ്തു അതിന് മുമ്പ് തന്നെ ഇവർ വെച്ചിട്ട് ഓരോരുത്തർ വെച്ചിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ നമ്മുടെ ഇതിന് മുമ്പ് കഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടിയും പോലും ഈ പറയുന്ന സെയിം ക്യാരക്ടറെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കാണാൻ നേരത്താണ് എന്തുമാത്രം അവർക്ക് അനുഭവിച്ചിരിക്കുന്നത്. കാരണം ഇത് വീണ്ടിരിക്കുന്ന ആളോ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളോ അല്ലെങ്കിൽ പുറത്തേക്ക് എല്ലാവർക്കും ഭയങ്കര പെയിനാണ്. അപ്പം അതെങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പിന്നെ ആലോചിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ലൈക്ക് അതെങ്ങനെ ഒരു ഫിലിമാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലും പിന്നെ അതിൻ്റെ ഒരു പിന്നെ അതായിരുന്നു. കാരണം പറവോത്തൊരു പടം ചെയ്ത് ഡയറക്ടറിന് ശേഷം ഇങ്ങനത്തെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധി അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ചങ്കൂറ്റമെന്ന് പോലും എനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റും. ഇപ്പോൾ സുഷി പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പടം പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ചങ്കൂറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ കഥ തന്നെയാണ്, അല്ലേ? അത് തന്നെയാണ്. കാരണം അത് ഇങ്ങനെ വന്നു ചേർന്നതും ഇവരെ അറിയിപ്പിക്കുക എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. നന്നായിട്ട് വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം വിചാരിച്ചു. കാരണം ഇവരനുഭവിച്ചതിൻ്റെ ഒരു 97 കിട്ടിയിട്ടുണ്ട്. അത്രയും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. ഈ നിമിഷം ചെലവായിക്കൊള്ളുന്നു. ഒരു ക്രിയേറ്റീവ് കൊളാബറേഷൻ മറ്റ് ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ അങ്ങനെ അധികം സംഭവിക്കാത്തൊരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് ക്രിയേറ്റീവായിട്ട്. സോ എങ്ങനെ ഒരു ഡയറക്ടേഴ്സ് സെറ്റിൽ ഉണ്ടാകുന്നുള്ളൊരു എഫക്റ്റീവ് ശരിക്കും ഇപ്പോൾ റേമിയില്ല ഇവിടെ. റഹ്മാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറവയിൽ അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാൻ തല്ലുവാളുടെയും അതുപോലെ ജീൻ രണ്ടുപേരും ഇവിടെ ഇല്ല. രണ്ടുപേരും ഭയങ്കര വലിയ കോമ്പിനേഷൻ
ഫ്രണ്ട്സാണ്. കാരണം ഇവിടെ നമുക്ക് വേണ്ടത് ഇത് ആക്ട് ചെയ്യാനുള്ള ആൾക്കാരല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. നമ്മൾ പരസ്പരം കാണേണ്ട ആൾക്കാർ, എല്ലാവരും അറിയാവുന്ന ആൾക്കാർ വേണം. ഇവരെ പോലെ തന്നെ എങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ മൂവി അല്ലേ, അത് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഗണുവിൻ്റെ ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. കാരണം ഗണു അത് നോക്കിയിട്ട് അതിന് ആരൊക്കെയാണ് എങ്ങനെയാണ് നമ്മളെല്ലാവരും ഉള്ളതെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കും, അങ്ങനെ കാസ്റ്റിംഗ് ഉള്ളൂ. കാരണം അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം അല്ലാണ്ട് നമുക്ക് ഒരാൾക്കൊരു ഇതാവില്ല. കാരണം വീക്കായാൽ അല്ലെങ്കിൽ നമുക്ക് പരിചയം കൊടുക്കാൻ അങ്ങനത്തെ ഫ്രണ്ട്സ് ചെറുപ്പമില്ല അറിയാം എല്ലാവർക്കും. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ ഇവരെ പോലെ ആവണം, അത് ഫിലിമിന് മുമ്പേ ആവണം. അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അത് ഗണുവിൻ്റെ ഏറ്റവും വലിയൊരു പരിപാടിയാണ്. ഒരു സൈഡില് ഇവരനുഭവിച്ച ഇൻസിഡന്റ്, പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു ഇമോഷൻ, അപ്പുറത്തെ സൈഡിൽ ഇതിനൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു വിഷ്വൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? ശരിക്കും അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. ശരിക്കും എനിക്ക് പോലും അതായിരുന്നു ചലഞ്ച്. അത് ചെയ്ത് സംസാരിക്കും കുറച്ചും കൂടി. കാരണം നമ്മളിതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതികാരം ഇപ്പോൾ ഇവർ പോലും ഫിലിം കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിം ഇറങ്ങാണ്ട് മുമ്പാണെങ്കിൽ പോലും ഇവർ ഞങ്ങൾ ഓരോരോ ക്യാരക്ടേഴ്സും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും ബാസാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും ചില സീൻസ് എടുക്കാണ്ട് മുമ്പ് ഇവരെ പേഴ്സണലി വിളിച്ച് സംസാരിക്കാറുണ്ട്, എന്താണ് ആ സമയത്ത് സംഭവിച്ചത്. അപ്പോൾ അവർ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല മച്ചാനെ, എന്തോ ഒരു ഇതായിരുന്നു, അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് കിട്ടുന്നില്ല, അതെങ്ങനെയാണെന്നുള്ളത്. അത് ചിതുവിൻ്റെ വലിയ കാര്യമാണ്. ആൻസർ ചിതുവിനെ പറയിക്കും അല്ലേ? അല്ല, ഒരു സൈഡിൽ ഇവർ അനുഭവിച്ച ഇൻസിഡന്റ്, ഈ ഒരു ഇമോഷൻ ബേസിക്കലി, അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ 11 പേരുണ്ടെങ്കിൽ 11 പേരുടെ പെർസ്പെക്റ്റീവ് അവർ കണ്ട കാഴ്ചകൾ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ പല കഥകളായിരിക്കുമല്ലോ അവർക്ക് പറയാനുള്ളത്. അതെ, ഞാനത് പല കഥകൾ എക്സാക്ട്ലി. അതായത് ഞാൻ ഈ 11 പേര് ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്താണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. 11 പേര് ഈ പോലീസുകാരെ രീതി പോലെ മാറ്റി ചോദ്യം ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ 11 പേര് ഇൻഡിവിജ്വൽ, അപ്പോൾ 11 പേരുടെയും വേറിട്ട പെർസ്പെക്റ്റീവ്, അവരെന്താണ് കണ്ടത്, അപ്പോൾ അത് ഓരോരുത്തരുടെയും ഭയങ്കര സബ്ജക്റ്റീവ്. അത് ക്യാരക്ടർ ബിൽഡിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പം ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്, അവർ ഒരു ഇൻസിഡന്റ് അവരെങ്ങനെ നോക്കി കാണുന്നത്, അപ്പം അങ്ങനെ ഉണ്ടാക്കിയൊരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ബാക്കി ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല. അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരുടെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ പുള്ളിക്കാരുടെ പെർസ്പെക്റ്റീവ് മാത്രമേ ഇവർ കാണുള്ളൂ. അപ്പം അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവർ ആക്ടേഴ്സിനെ ഇനീഷ്യേറ്റ് ചെയ്തത് ഈ ഒരു പ്രോസസ്സിലേക്ക്. അതിനെ കൊമേഴ്ഷ്യലായിട്ട് ചിന്തിക്കാൻ കൊമേഴ്ഷ്യലാക്കുക, എക്സാക്ട്. അപ്പോൾ അതാണ് ചോദ്യത്തിന്റെ മെയിൻ ചോദ്യം. അപ്പം അത് ഞാൻ അഡ്രസ് ചെയ്യാൻ പറ്റുമോ, സോറി. അപ്പം ഇത് കൊമേഴ്ഷ്യലാക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഓൺ ദിസ്. അപ്പോൾ അത് കൃത്യമായ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവം വേണം. അപ്പം പക്ഷെ എന്നാലും കൊമേഴ്ഷ്യലാക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നമ്മളത് മറച്ചൊടിക്കരുത്. അപ്പോൾ അതൊരു ഫൈൻ ബാലൻസ് ആണ്. ഇവർ അനുഭവിച്ചത് എന്ത് കൊമേഴ്ഷ്യലാവും, എന്ത് വർക്കാവും, പിന്നെ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോ ലൂസ് ചെയ്യാണ്ട് ഹൗ ടു അച്ചീവ് ഇറ്റ്, അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. ഇറ്റ് ടുക്ക് ടൈം, ഓൾമോസ്റ്റ് എ ഇയർ ടു അറൈവ് ടു ദ സ്ക്രിപ്റ്റ്. ഇപ്പൊ ക്യാരക്ടർ ഗണപതി ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ 11 പേരും എൻ്റയർലി ഡിഫറെന്റ്, ഇവരിൽ നിന്നും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ. അപ്പം ഈ മാനറിസം ഒക്കെ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇവരിൽ നിന്നും? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഓരോ ആക്ട് ചെയ്യുന്നവർക്കും അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിന് ഇന്റർവ്യൂ മാത്രം കൊടുത്തു. അപ്പോൾ അത് 2 ദിവസം കാണുമ്പോൾ പ്രൊഫഷണൽ ആക്ടേഴ്സ് ഫൈറ്റ്, അവർക്ക് മനസ്സിലാവും എന്താണ് ട്രേറ്റ്, എന്താണ് എന്നുള്ള പരിപാടി മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് നമ്മളതിൻ്റെ പ്രോസസ് അച്ചീവ് ചെയ്തത്. പിന്നെ ഫുള്ളായിട്ട് അതിലേക്ക് പോകാനും പറഞ്ഞില്ല, കാരണം പകുതിയാണ്, പകുതി ഇവരും പകുതി അവരും, അങ്ങനത്തെ ഒരു ബ്ലെൻഡിലാണ് പരിപാടി പോകുന്നത്. നോർമലി ഇതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്ത ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഒരു റിയൽ ഇൻസിഡന്റ് വേണം. അപ്പോൾ ഒരു സിനിമയിലേക്ക് ആകുമ്പോൾ ഒരു സിനിമാറ്റിക് എലമെന്റ് അല്ലെങ്കിൽ അതിനായിട്ടൊരു ഫാന്റസി എലമെന്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ, അതോ എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള? അത് ഞാൻ പറയില്ല, കാരണം അത് പറഞ്ഞാൽ പോയില്ലേ. അല്ല, അതിന് വേണ്ടിയിട്ട് റിയൽ ഇൻസിഡന്റ് എന്തെങ്കിലും കളയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു? ഒന്നും കളഞ്ഞിട്ടില്ല. ഇവരുടെ അനുഭവം എത്ര ഒന്നും ചോരാതെ കാണിക്കണം. അതിൽ നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥ പറച്ചിലിന്റെ ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. അത് ഏതാണ് എന്താണെന്നുള്ളത് പറയുന്നത് ശരിയല്ല. പക്ഷെ ഉണ്ട്
ഈ സിനിമ ചെയ്തിരുന്ന സമയത്ത് ബാസിന് പറയുണ്ടായി അതായത് ഇത് സെലക്ട് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ബാൻ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്ന സമയമായിരുന്നു ബാസിയുടെ. അപ്പോൾ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആസ് എ പ്രൊഡ്യൂസർ ഇതൊരു എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നിരുന്നു? അല്ല, ശരിക്കും പറഞ്ഞെങ്കിൽ ബാസിനവിടെ അത് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടെ ചെയ്യാൻ പറ്റും. ബാസി ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം വേറെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് ബാസി പറഞ്ഞൊരു ഒരു ഭയങ്കര രസമുള്ള ആൻസർ ഇല്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന സമയത്ത് കുറച്ച് കൂട്ടാൻ വേണ്ടോ, അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ അധികം ഓടി നടന്നത്. ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സത്യം കിട്ടും. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും കാരണം ഏറ്റവും അവസാനം കേട്ട് പറയണ ബാസി കിട്ടും. അപ്പോഴും നമ്മൾ ശരിയാണല്ലോ, നമ്മുടെ കൂട്ടുകാരുണ്ട്. അപ്പോഴാണ് അതുപോലെ മറ്റേ ഇതാണ് എന്നെ ബ്ലോക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. കാരണം പരസ്പരം വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവര് റോയിൽ പോകുന്ന അല്ലെങ്കിൽ ഇവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു മരം പോലെയാണ് കാസ്റ്റിങ്ങിന്റെ ഒരു സാധനം എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഈ മരത്തിന്റെ ഓരോ ചില്ലുകൾ പോലെ ഓരോ ഫേസുകൾ മാറണം, ഓരോ ക്യാരക്ടേഴ്സ് മാറും. അപ്പോൾ ഇവനെ വിളിക്കും, ഇതിപ്പോൾ മറ്റാളായോ, ഇപ്പം എന്തായി ഇല്ല, അയാൾ ഡേറ്റ് ഇല്ല. കാരണം നമുക്ക് എല്ലാവരും കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടണം, പക്ഷെ ഡേറ്റ് ഇല്ല. അങ്ങനെ തന്നെ പോയി ഏറ്റവും അവസാനം കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ബോയ്സിലെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാസി തന്നെയാണ്. കാരണം അതിൻ്റെ അപ്പുറത്ത് തോന്നില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവന് കറക്റ്റായിട്ട് അറിയാം ആ ഇമോഷൻ. അതുകൊണ്ടാണ് ഞങ്ങളെ സുഹൃത്തുക്കളെന്ന് പറയുന്നത്. നിങ്ങൾ അനുഭവിച്ചൊരു സംഭവം എന്തെങ്കിലും കാരണത്തിൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാത്ത എന്തെങ്കിലും സംഭവം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അനുഭവിച്ചത് ഒരു 2.5 മണിക്കൂർ കൊണ്ട് അവർക്ക് ഫുള്ളായിട്ട് ഒരിക്കലും കാണിക്കാൻ പറ്റൂല. എന്തായാലും കാണിക്കേണ്ട രീതിയിൽ നല്ലോണം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പോകുള്ളൂ. കാരണം അനുഭവിച്ചത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റൂല. ഇപ്പൊ സിദ്ധു ആണെങ്കിലും ഒരു എത്ര ഭാഷകളൊന്നുമല്ല, ഒരുപാട് പ്രാവശ്യം ഞങ്ങളത് കഥ ചോദിച്ചു. പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും പുതിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടാവും. അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തീർക്കാവുന്നതാണെന്നില്ല ഞങ്ങൾ അന്നത്തെ കഥ. അതും ഒരിക്കലും പറഞ്ഞാലും തീർന്നില്ല. അത് അനുഭവിച്ചതാണ്, അത് പറഞ്ഞു തീർക്കാവുന്നതല്ല. അത് ഒരു ഇപ്പൊ ഞങ്ങൾ പറയാല ഒരു 95% വർക്കായിട്ടുണ്ട് ഇന്നത്തെ. ഞാൻ ഇടയ്ക്ക് സുഭാഷിനെ സിജുവിനെ വിളിക്കും, നിങ്ങൾ ഗുഹയിൽ വേണ്ടി ഇറങ്ങിപ്പോയി, ഞാൻ കഴിഞ്ഞ 100 ദിവസമായിട്ട് ഗുഹയിലെടുത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു എന്നോട് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദിക്ക സെക്രട്ടറി പറ്റും 10-6 ദിവസമായല്ലോ, ഞാനൊരു 3 മണിക്കൂറേ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ, നിങ്ങൾ 10-40 ദിവസമായിട്ട് കയറി തൂങ്ങിക്കൊണ്ടിരുന്നില്ല. സൗദിക്ക ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഫിലിം റിലീസായി നല്ല റെസ്പോൺസ് കിട്ടുന്നു, എല്ലാ തിയേറ്റേഴ്സും നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നാളെ മുതൽ ഫിയോക്കിന്റെ തിയേറ്റേഴ്സിലെല്ലാം വിലക്കുകൾ, മലയാള സിനിമ വിലക്കുക. അപ്പം ഇനിയുള്ള മഞ്ഞൾ ബോയ്സിന്റെ ദിവസങ്ങൾ എങ്ങനെയാണ്, കളക്ഷനെ ബാധിക്കാൻ ചാൻസസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാ പടങ്ങളും നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്തോ ഒരു വ്യത്യാസം ഈ പറയുന്ന സമയങ്ങളിൽ വന്നിട്ട് എല്ലാ പടത്തിനും നല്ല റിവ്യൂ നല്ലതാണ് എല്ലാ പടങ്ങളും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ പടങ്ങൾ കാണുന്നത് ഇറക്കണില്ല എന്നല്ല പറയുന്നത്. ഇറങ്ങി കൊടുക്കുന്ന പടങ്ങൾ കാണാൻ പോയാൽ കുഴപ്പമുണ്ടോ? അതേപോലെ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ പറവ ഫിലിംസ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നത്, അതായത് അബ്രോഡ് പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് മഞ്ഞൾ ബോയ്സ് പോകുന്നുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ടോ എന്താണ്? ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പറവ ഫിലിംസിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അബ്രോഡുള്ള കൺട്രീസിൽ മഞ്ഞൾ ബോയ്സ് ടു അബ്രോഡ് എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ താല്പര്യമുണ്ട്. നമുക്ക് പടം പ്ലാൻ ചെയ്ത് ഒരുവിധം നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് വേറെ രീതിയിലുള്ള പ്രൊമോഷൻ വേണം, നമുക്ക് ചാർട്ട് ഫ്ലൈറ്റ് വേണം, അങ്ങനെയൊക്കെ ഒരു താല്പര്യം മാത്രമേ, ഒരു കൊതിയാണ്. പക്ഷെ ഇത് എന്തോ അത് പറച്ചിൽ മാത്രമേ ഒന്നും നടക്കില്ല. രണ്ടുപേരുടെ കൊള്ളാം, ഒന്നും പ്രശ്നമില്ല. വാങ്ങാൻ
മഞ്ഞമ്മൽ ബോയ്സിന്റെ നെടുത്തൂൺ എന്ന് പറയുന്ന ഒരാള് നാണത്തിലാണ് ബോയ്സ് പേരിക്കുന്ന ഷോണാണ് മഞ്ഞൾ ബോയ്സിന്റെ കഥ ചെയ്തെടുത്ത് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഷോണും ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ മഞ്ഞൾ ബോയ്സിന്റെ ഏറ്റവും വലിയ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം വെച്ചാൽ മഞ്ഞൾ ബോയ്സിന്റെ നെടുന്തൂൺ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ വരെ എത്തിച്ചിരിക്കുന്ന ഷോണാണ്. നമസ്കാരം. ഷോൺ രണ്ടു വാക്ക് സംസാരിക്കുന്നത്. Thank you for the പണിയാണ്